നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യം 77ാമത് റിപ്പബ്ലിക് ദിനം പ്രൗഢമായ പരിപാടികളോടെ ആഘോഷിച്ചു. കാസർഗോഡ് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി AK ശശീന്ദ്രൻ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. 2 തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട മഞ്ചേശ്വരം മണ്ഡലത്തിൽ K സുരേന്ദ്രൻ ഇക്കുറിയും മത്സരിക്കാനിറങ്ങുമെന്ന സൂചന. അന്നും ഇന്നും എന്നും മഞ്ചേശ്വരം സ്വന്തം ഹൃദയത്തിൽ എന്ന ഫേസ്ബുക്ക് കുറിപ്പോടെയാണ് സുരേന്ദ്രൻ മൂന്നാമതും മഞ്ചേശ്വരത്തേക്ക് മത്സരിക്കുമെന്ന സൂചന പുറത്തായത്. കാസർഗോഡ് എത്തിയ സുരേന്ദ്രൻ ജില്ലാ നേതാക്കളുമായി ആശയവിനിമയം നടത്തി. കള്ളന്മാരെയും കൊള്ളക്കാരെയും സംരക്ഷിക്കുന്ന പാർട്ടിയാണ് CPM എന്ന BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. അവർക്കെതിരെ ശബ്ദിക്കുന്നവരെ പുറത്താക്കുകയാണെന്നും ബംഗാളിലെ അവസ്ഥ കേരളത്തിലും CPM-ന് ഉണ്ടാകുമെന്നും ധനരാജിനെ കൊലപ്പെടുത്തിയതും CPM ആണോ എന്ന സംശയമുണ്ടെന്നും കൊലപാതകത്തിന് ശേഷം രക്തസാക്ഷി ഫണ്ട് മുക്കിയെന്നും വിഷയത്തിൽ പ്രതിഷേധിച്ചവരെ ആക്രമിച്ചുവെന്നും ഇതേ നിലപാട് തുടർന്നാൽ പയ്യന്നൂരിൽ ചെറുത്തുനിൽപ്പുണ്ടാക്കുമെന്നും K സുരേന്ദ്രൻ കാസർഗോഡ് പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം നടന്നു. മാവുങ്കാൽ പവനിക കോംപ്ലക്സിൽ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യന്മാരായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. പടന്നക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ KSSPU ജില്ലാ ട്രഷറർ S ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാവുങ്കാൽ പുതിയ കണ്ടം അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ കളിയാട്ട മഹോത്സവത്തിന് സമാപനം. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. വാർത്തകൾ വിശദമായി. രാജ്യം 77ാമത് റിപ്പബ്ലിക് ദിനം പ്രൗഢമായ പരിപാടികളോടെ ആഘോഷിച്ചു. കാസർഗോഡ് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി AK ശശീന്ദ്രൻ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. റിപ്പബ്ലിക് ദിനം കാസർഗോഡ് ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ വിദ്യാനഗറിലെ കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. നമ്മുടെ ഭരണഘടന ഇന്ത്യൻ ജനതയുടെ അതിജീവനത്തിന്റെയും തുല്യനീതിയുടെയും പ്രകടന പത്രികയാണെന്ന് അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കവേ മന്ത്രി പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ കാണുന്ന വൈവിധ്യം നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരത പ്രതീകമാണ്. ഇത് സംരക്ഷിക്കുവാൻ നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് കരുത്ത് പകരേണ്ടതുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ലോകമാകെ നോക്കിയാൽ നമ്മുടെ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും എത്രമേൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നതാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യ ജീവിതത്തിന് യാതൊരു മൂല്യവുമില്ലാത്ത രീതിയിൽ രാജ്യങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. കുട്ടികളും സ്ത്രീകളും വയോധികരുമടക്കം നിരപരാധികൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം. അഭയാർത്ഥികളായി കോടിക്കണക്കിന് മനുഷ്യരാണ് സ്വയം ആ നാടുകളിൽ നിന്നും ഒഴിഞ്ഞു പോവുകയോ ഒഴിവാക്കപ്പെടുകയോ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് കാസർഗോഡിന്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ്
ഈ ചടങ്ങ് നടത്തുന്നത്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ലയായ കാസർഗോഡ് സപ്തഭാഷാ സംഗമഭൂമിയാണ്. ഈ ജില്ലയിൽ കാണുന്ന ഈ വൈവിധ്യം തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയുടെ പ്രതീകം. ഇത് സംരക്ഷിക്കാൻ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ജില്ലക്കും ശക്തമായ പങ്ക് വഹിക്കാനുണ്ട്. നമ്മുടെ നാട് വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വികസന കുതിപ്പിന്റെ ഭാഗമായി മാറാൻ കാസർഗോഡ് ജില്ലക്കും കഴിയുന്നുണ്ട് എന്നത് അഭിമാനത്തോടുകൂടി ഞാൻ ഓർക്കുകയാണ്. നിരവധി പുതിയ പദ്ധതികളിലൂടെ ഈ ജില്ല നേരിടുന്ന പിന്നോക്കാവസ്ഥക്ക് പരിഹാരം കാണാൻ എന്റെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു. ജില്ലാ പോലീസ് മേധാവി വിജയഭാരത് റെഡ്ഡി, ജില്ലാ കളക്ടറുടെ ചുമതല വഹിക്കുന്ന ADM P അഖിൽ എന്നിവർ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. ഫസ്റ്റ് കമാൻഡന്റായി ശിവം IPS, സെക്കൻഡ് ഇൻ കമാൻഡറായി കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ M സദാശിവൻ എന്നിവർ പരേഡ് നിയന്ത്രിച്ചു. ജില്ലാ ആംഡ് റിസർവ് പോലീസ്, ലോക്കൽ പോലീസ്, വനിതാ പോലീസ്, എക്സൈസ്, കാസർഗോഡ് കമ്മ്യൂണിറ്റി പോലീസ്, NCC, ബാൻഡ് പാർട്ടി, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നീ പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. പോലീസ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് കാസർഗോഡ്. ശ്രീ അനൂപ് S സബ് ഇൻസ്പെക്ടർ പോലീസ്, വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ നയിക്കുന്ന ലോക്കൽ പോലീസ്. ശ്രീമതി ശരണ്യ MP സബ് ഇൻസ്പെക്ടർ പോലീസ് വുമൻസ് കാസർഗോഡ് നയിക്കുന്ന ആദർശ് G എക്സൈസ് ഇൻസ്പെക്ടർ കാസർഗോഡ് നയിക്കുന്ന എക്സൈസ് ഡിവിഷൻ കാസർഗോഡ്. ബിജു KV കമ്മ്യൂണിറ്റി പോലീസ്, സ്റ്റുഡന്റ് പോലീസ് നയിക്കുന്ന കമ്മ്യൂണിറ്റി പോലീസ് കാസർഗോഡ്. അണ്ടർ ഓഫീസർ അഭിനവ് MK നയിക്കുന്ന സീനിയർ ഡിവിഷൻ NCC ഗവൺമെന്റ് കോളേജ് കാസർഗോഡ്. സീനിയർ അണ്ടർ ഓഫീസർ ദർശന K നയിക്കുന്ന സീനിയർ ഡിവിഷൻ NCC നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാട്. സാർജന്റ് മുഹമ്മദ് ഷിസാൻ CK നയിക്കുന്ന ജയ്മാത സീനിയർ സെക്കൻഡറി സ്കൂൾ ഉള്ളിത്തലക്ക ബാൻഡ് പാർട്ടി നയിക്കുന്ന ജൂനിയർ ഡിവിഷൻ NCC ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. സാർജന്റ് നിരഞ്ജൻ പ്ലാറ്റൂണുകൾക്കുള്ള പുരസ്കാരം മന്ത്രി AK ശശീന്ദ്രൻ നൽകി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA-മാരായ NA നെല്ലിക്കുന്ന്, E ചന്ദ്രശേഖരൻ, CH കുഞ്ഞമ്പു, AKM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം, വൈസ് പ്രസിഡന്റ് KK സോയ, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുല്ല കുഞ്ഞി ചെർക്കള, വൈസ് പ്രസിഡന്റ് ഉഷ അർജുൻ, ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ, മറ്റ് ജനപ്രതിനിധികൾ, ജീവനക്കാർ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ എന്നിവർ പരേഡിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് നഗരസഭയിൽ റിപ്പബ്ലിക് ദിനം വിവിധ പരിപാടികളോടെ നടത്തി. മധുര പലഹാര വിതരണവും നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭയിൽ റിപ്പബ്ലിക് ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് നടത്തിയത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ പതാക ഉയർത്തി. മറ്റേത് രാഷ്ട്രങ്ങൾക്കും മാതൃകയാകുന്ന മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും എല്ലാം ഉൾക്കൊള്ളുന്ന ഏറ്റവും
പവിത്രമായ ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ മുൻഗാമികൾ ഉണ്ടാക്കിയെടുത്തത്. ഇന്ത്യക്ക് ദേശം സ്വാതന്ത്ര്യമായ പല രാജ്യങ്ങളും അവരുടെ ഭരണഘടനയും അവരുടെ ജനാധിപത്യവും എല്ലാം ചില്ലുകൊട്ടാരം പോലെ പൊടിഞ്ഞു വീഴുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടന പവിത്രമായി നിലനിൽക്കുന്നത് ജനകീയമായ ജനാധിപത്യപരമായ മതേതരത്വത്തിന് ഊന്നൽ നൽകുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് വിശേഷിപ്പിക്കാവുന്ന പവിത്രമായ ഭരണഘടന ആയതുകൊണ്ടാണ്. നഗരസഭാ കൗൺസിലർമാരും സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗിൽ റിപ്പബ്ലിക് ദിനാചരണം വിവിധ പരിപാടികളോടെ നടത്തി. മധുരപലഹാര വിതരണവും നടന്നു. കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗിൽ റിപ്പബ്ലിക് ദിനാഘോഷം വിവിധ പരിപാടികളോടെയാണ് നടന്നത്. മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി, ഡയറക്ടർമാരായ ഖാലിദ് സി പാലക്കി, സഹൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഹോസ്പിറ്റൽ സ്റ്റാഫ്സ്, കോളേജ് ട്യൂട്ടേഴ്സ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മധുരപലഹാര വിതരണവും നടന്നു. വിദ്യാർത്ഥികൾ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ശോഭിക വെഡിംഗ് സെന്ററിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. 77ാമത് റിപ്പബ്ലിക് ഡേയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് ശോഭിക വെഡിംഗ്സിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ സ്റ്റേഷൻ CI വിനോദ് പതാക ഉയർത്തി. ഇന്ന് 77ാമത് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും അറിയാം. റിപ്പബ്ലിക് ഡേ ആയാലും സ്വാതന്ത്ര്യ ദിനമായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതിനും പ്രവർത്തിച്ച എല്ലാ ധീര ദേശാഭിമാനികളെയും സൈനികരടക്കമുള്ള എല്ലാ ധീര ദേശാഭിമാനികളെയും നമ്മൾ ഈ ഒരു അവസരത്തിൽ സ്മരിക്കുകയാണ്. ചടങ്ങിൽ മാനേജർ മൻസൂർ സ്വാഗതം അർപ്പിച്ച് സംസാരിച്ചു. ഷോറൂം ഇൻചാർജ് നാസർ ബിഗ്മാൾ, ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി എന്നിവർ പരിപാടിക്ക് ആശംസയർപ്പിച്ച് സംസാരിച്ചു. നമുക്കറിയാം, നമ്മൾ ഇന്ന് 77ാമത് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുമ്പോൾ രാജ്യത്തിനകത്ത് നിന്നും പുറത്തു നിന്നും വെല്ലുവിളികൾ, നമ്മുടെ റിപ്പബ്ലിക്കിന് വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം നമ്മുടെ എല്ലാവരുടെയും കർത്തവ്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് നിലനിർത്തുവാനും രാജ്യം നിലനിർത്തുവാനും രാജ്യത്തിന് വേണ്ടി പോരാടേണ്ടത്. നമുക്കറിയുന്നത് പോലെ നമ്മുടെ പൂർവികർ രക്തവും ജീവനും നൽകി നേരിടുന്ന ഈ റിപ്പബ്ലിക്ക് ഇന്ന് നമ്മുടെ കാവൽഭടന്മാരായ പോലീസുകാരടക്കമുള്ള പട്ടാളക്കാർ നമുക്ക് ചുറ്റും കാവലായി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്നും ഈ റിപ്പബ്ലിക് നിലനിർത്തി മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. HR എക്സിക്യൂട്ടീവ് അനുശ്രീ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും HR രഞ്ജുഷ പരിപാടി നിയന്ത്രിക്കുകയും ചെയ്തു. ദേശീയ ഗാനത്തോടുകൂടി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് സൂപ്പർവൈസേഴ്സിന്റെയും HR-ന്റെയും നേതൃത്വത്തിൽ സ്റ്റാഫിനു വേണ്ടി റിപ്പബ്ലിക് ദിന ക്യൂസ് സംഘടിപ്പിച്ചു. സ്റ്റാഫുകളുടെ മികച്ച പങ്കാളിത്തത്തോടുകൂടി ക്യൂസ് മത്സരം വിജയകരമായി പൂർത്തീകരിച്ചു. അഷ്റഫ് ചാമക്കാടിന്റെ നന്ദി പ്രകാശനത്തോടുകൂടി പരിപാടി സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 2 തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട മഞ്ചേശ്വരം മണ്ഡലത്തിൽ K. സുരേന്ദ്രൻ ഇക്കുറിയും മത്സരിക്കാനിറങ്ങുമെന്ന സൂചന. അന്നും ഇന്നും എന്നും മഞ്ചേശ്വരം സ്വന്തം ഹൃദയത്തിൽ എന്ന ഫേസ്ബുക്ക് കുറിപ്പോടെയാണ് സുരേന്ദ്രൻ മൂന്നാമതും മഞ്ചേശ്വരത്ത് മത്സരിക്കുമെന്ന സൂചന പുറത്തായത്. കാസർഗോഡ് എത്തിയ സുരേന്ദ്രൻ ജില്ലാ നേതാക്കളുമായി ആശയവിനിമയം നടത്തി. സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന് സമയമായിട്ടില്ല എന്നായിരുന്നു K. സുരേന്ദ്രന്റെ പ്രതികരണം. മഞ്ചേശ്വരത്ത് വീണ്ടും മത്സരിക്കുവാനൊരുങ്ങി K. സുരേന്ദ്രൻ. 2016 കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട മഞ്ചേശ്വരം ഇത്തവണ BJPക്കായി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് K. സുരേന്ദ്രൻ മത്സരിക്കുവാൻ ഇറങ്ങുന്നത്.
അന്നും ഇന്നും എന്നും മഞ്ചേശ്വരം സ്വന്തം ഹൃദയത്തിൽ എന്ന ഫേസ്ബുക്ക് കുറിപ്പോടെയാണ് സുരേന്ദ്രൻ മൂന്നാമതും മഞ്ചേശ്വരത്ത് മത്സരിക്കുമെന്ന സൂചന പുറത്തായത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 745 വോട്ടിനായിരുന്നു മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. 2011 മഞ്ചേശ്വരത്ത് ആദ്യമായി മത്സരിക്കുവാനെത്തിയ സുരേന്ദ്രൻ 5828 വോട്ടിന് മുസ്ലിം ലീഗിലെ PB അബ്ദുൾ റസാഖിനോട് പരാജയപ്പെടുകയായിരുന്നു. 33.08 വോട്ട് ശതമാനത്തോടെ 43,989 വോട്ടുകളായിരുന്നു 2011 സുരേന്ദ്രൻ ഇവിടെ നേടിയത്. 2016 മഞ്ചേശ്വരം കണ്ട ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അവസാന നിമിഷമായിരുന്നു കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. 89 വോട്ടിനായിരുന്നു സിറ്റിംഗ് MLA PB അബ്ദുൾ റസാഖിനോട് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. 2011 12,792 വോട്ടുകൾ 2016 കൂടുതലായി നേടുവാൻ സുരേന്ദ്രന് സാധിച്ചിരുന്നു. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 35.74% 56,781 വോട്ടുകളായിരുന്നു സുരേന്ദ്രൻ നേടിയത്. 2021 വീണ്ടും മഞ്ചേശ്വരത്ത് മത്സരിക്കുവാനെത്തിയ സുരേന്ദ്രന് നേടിയ വോട്ടുകളുടെ ശതമാനത്തിലും എണ്ണത്തിലും വർധന വരുത്തുവാൻ സാധിച്ചുവെങ്കിലും 745 വോട്ടുകൾക്ക് പരാജയപ്പെട്ടിരുന്നു. 37.70% 65,013 വോട്ടുകളാണ് 2021 മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ നേടിയത്. ഇക്കുറി മഞ്ചേശ്വരത്ത് വീണ്ടും മത്സരിക്കുമെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെ കാസർഗോഡ് എത്തിയ സുരേന്ദ്രൻ ജില്ലാ നേതാക്കളുമായി ആശയവിനിമയം നടത്തി. മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലങ്ങളുടെ ഏകോപന ചുമതലയാണ് പാർട്ടി നൽകിയിട്ടുള്ളതെന്നും ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഒന്നും പറയുന്നില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. വരും ദിവസങ്ങളിൽ അക്കാര്യം വ്യക്തമാകും. മഞ്ചേശ്വരത്തും കാസർഗോട്ടും ഉറച്ച വിജയപ്രതീക്ഷയുണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. വരട്ടെ, സമയമായിട്ടില്ലല്ലോ. സ്ഥാനാർത്ഥി BJPയുടെ ആരാണെന്നോ പിന്നെ LDFന്റെ ആരാണെന്നൊന്നും ആയിട്ടില്ല. ഇപ്പോഴേ നമ്മൾ എന്തിനാണ് പ്രവചിക്കുന്നത്? ആര് സ്ഥാനാർത്ഥിയായാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ശരിയായ ഒരു നിലപാട് എടുക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി അങ്ങനെ പോകും. ബാക്കി ഇപ്പം അപ്പുറത്താര് സ്ഥാനാർത്ഥിയാവുന്നു, അത്തരം സാങ്കല്പികമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും സമയമായിട്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുക, വിശദമായിട്ട് പറയാം. സ്ഥാനാർത്ഥികളെ കണ്ടുപിടിച്ച് ഈ 2 മണ്ഡലങ്ങളിലും ബാക്കി 3 മണ്ഡലങ്ങളിലും 5 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ കണ്ടുപിടിച്ച് അവരെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം നടന്നു. മാവുങ്കാൽ പവനിക കോംപ്ലക്സിൽ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA 15ാമത് കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം മാവുങ്കാൽ പവനിക കോംപ്ലക്സിൽ നടന്നു. മേഖലാ പ്രസിഡന്റ് A ചന്ദ്രൻ പതാക ഉയർത്തിയതോടുകൂടി സമ്മേളന നടപടികൾക്ക് തുടക്കമായി. തുടർന്ന് സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വതന്ത്രമായി ഇനിയും തുടരാൻ, ഈ വ്യവസായത്തിൽ സുരക്ഷിതമായി ജീവിക്കാൻ, അവരുടെ ഉപജീവനമാർഗം സംരക്ഷിച്ചു നിർത്താൻ കേരള വിഷന് മാത്രമാണ് കഴിയുക എന്നുള്ള തിരിച്ചറിവിലാണ് നമ്മളെ മറ്റിതര സംസ്ഥാനങ്ങളിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൽക്കട്ടയിലേക്ക് പോകുന്നത്, ചെന്നൈയിലേക്ക് പോകുന്നത്, ബാംഗ്ലൂരിലേക്ക് പോകുന്നത്, ആന്ധ്രയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതൊക്കെ അതിന്റെ ഭാഗമായിട്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്തെ കേരളത്തിലെ എന്റെ നിങ്ങളുടെയും മാറ്റം, അത് ഈ വ്യവസായത്തിലെ സാങ്കേതികപരമായ മാറ്റം മാത്രമല്ല, ആ വ്യവസായിയിലുണ്ടായ മാറ്റം, ആ വ്യക്തിയിലുണ്ടായ മാറ്റം 3 പതിറ്റാണ്ട് കാലം കൊണ്ട് മാറിയെടുക്കാൻ കഴിയുന്നതാണോ എന്നുള്ളത് പരിശോധിക്കാം. വലിയ മാറ്റമാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ളത്. ഇവിടെ ആരോ സംസാരിച്ചപ്പോ പറഞ്ഞു, ഈ സമൂഹത്തിലെ ഒരു പ്രഥമ സ്ഥാനം നമുക്കുണ്ടെന്ന്. ആ പ്രഥമ സ്ഥാനം എന്നല്ല പറയേണ്ടത്, ഈ സമൂഹത്തിലെ ഉന്നത സ്ഥാനീയർക്കൊപ്പമാണ് കേബിൾ TV ഓപ്പറേറ്ററുടെ സ്ഥാനം. കാരണം എല്ലാ തലങ്ങളിലും അയാളെ അംഗീകരിക്കേണ്ടി വരും. ഈ 3 പതിറ്റാണ്ട് കാലത്തെ സാമ്പത്തികമായ അയാളുടെ വളർച്ച, ആ വ്യവസായത്തിന്റെ പ്രൊഫഷണൽ സമീപനം, ആ വ്യവസായത്തിന് സൊസൈറ്റിയിൽ ലഭിക്കുന്ന സ്വീകാര്യത കൊണ്ട് ആ വ്യവസായി അടക്കമുള്ളവരെ അംഗീകരിക്കേണ്ടതായി വരുന്ന ഒരു സാഹചര്യം നിസ്സാര കാര്യമല്ല. മേഖലാ പ്രസിഡന്റ് A ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ എക്സിക്യൂട്ടീവ് അംഗം രഞ്ജിത്ത് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി P പ്രകാശ് മേഖലാ റിപ്പോർട്ടും, മേഖലാ ട്രഷറർ PK മനോജ് സാമ്പത്തിക റിപ്പോർട്ടും, ശോഭ കുമാർ ഓഡിറ്റിംഗ് റിപ്പോർട്ടും, COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ സംഘടനാ റിപ്പോർട്ടും, COA ചെയർമാൻ പ്രദീപ് കുമാർ CCN റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA ജില്ലാ പ്രസിഡന്റ് V മനോജ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ലോഹിതാക്ഷൻ, ഷുക്കൂർ കോളിക്കര, സംഘാടക സമിതി വൈസ് ചെയർമാൻ
പി വിനോദ്, CCN MD TV മോഹനൻ, നീലേശ്വരം മേഖലാ സെക്രട്ടറി CP ബൈജുരാജ്, കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ സതീഷ് കെ പാക്കം സ്വാഗതം പറഞ്ഞു. മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ വോളിബോൾ, ഫുട്ബോൾ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ഉദ്ഘാടന വേദിയിൽ വെച്ച് നടന്നു. തുടർന്ന് പൊതുചർച്ച, മറുപടി, മേഖലാ കമ്മിറ്റി അംഗങ്ങളുടെയും ഭാരവാഹികളുടെയും തെരഞ്ഞെടുപ്പും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം കിഴക്കുംകര കാഴ്ച കമ്മിറ്റി ഓഫീസിനു വേണ്ടി കിഴക്കുംകര സംസ്ഥാന പാതയ്ക്ക് സമീപം നിർമ്മിക്കുന്ന ഓഫീസ് കെട്ടിടത്തിന്റെ കുറ്റിയടിക്കലും നിർമ്മാണത്തുക സ്വരൂപിക്കുന്നതിനാവശ്യമായ നിധി ശേഖരണത്തിന്റെ ഉദ്ഘാടനവും നടന്നു. ക്ഷേത്ര കാർന്നോച്ചൻ രാമകൃഷ്ണൻ കാരണവർ KCT കുമാരൻ കിഴക്കുംകരയിൽ നിന്നും ആദ്യ തുക സ്വീകരിച്ചുകൊണ്ട് കെട്ടിട നിർമ്മാണ നിധി ശേഖരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം കിഴക്കുംകര കാഴ്ച കമ്മിറ്റി ഓഫീസിനു വേണ്ടി സംസ്ഥാന പാതയ്ക്ക് സമീപം കിഴക്കുംകര നിർമ്മിക്കുന്ന ഓഫീസ് കെട്ടിടത്തിന്റെ കുറ്റിയടിക്കലും നിർമ്മാണത്തുക സ്വരൂപിക്കുന്നതിന് ആവശ്യമായ നിധി ശേഖരണത്തിന്റെ ഉദ്ഘാടനവും നടന്നു. ക്ഷേത്രം കാർന്നോച്ചൻ രാമകൃഷ്ണൻ കാരണവർ KCT കുമാരൻ കിഴക്കുംകരയിൽ നിന്നും ആദ്യ തുക സ്വീകരിച്ചുകൊണ്ട് കെട്ടിട നിർമ്മാണ നിധി ശേഖരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാഴ്ച കമ്മിറ്റി ഓഫീസിന്റെ കുറ്റിയടിക്കൽ കർമ്മവും രാമകൃഷ്ണൻ കാരണവർ നിർവഹിച്ചു. കിഴക്കങ്കര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തിന്റെ കീഴിലെ കിഴക്കങ്കര കാഴ്ച കമ്മിറ്റിയുടെ കുറെ കാലത്തെ സ്വപ്നമാണ് ഒരു കിഴക്കങ്കര കാഴ്ച കമ്മിറ്റിക്ക് ഒരു ഓഫീസ് എന്നുള്ളത്. അതിന്റെ റോഡ് കിഴക്കങ്കരയുടെ തൊട്ട് സ്ഥലത്ത് തന്നെ ഒരു 4 സെന്റ് സ്ഥലം വാങ്ങുകയും അതിൽ നല്ലൊരു ബിൽഡിംഗ്, ഒരു ഓഫീസ് കെട്ടിടം നിർമ്മിക്കാനുള്ള ഒരു ആദ്യപടി എന്ന നിലയ്ക്ക് ഇന്ന് നമ്മൾ കിഴക്കങ്കരയുള്ള KCT കുമാരട്ടിൽ നിന്ന് ഫണ്ട് ഏറ്റുവാങ്ങുകയും നമ്മുടെ ബഹുമാനപ്പെട്ട അമ്പലം കാരണവർ കുറ്റിയടിച്ച് ഇതിന് തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുകയാണ്. ക്ഷേത്ര ആചാരസ്ഥാനികരുടെ മഹനീയമായ സാന്നിധ്യത്തിൽ ഞാണിക്കടവ് പവിത്രൻ എഞ്ചിനീയർ നേതൃത്വം നൽകി. ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് ബൈജു അതിയാമ്പൂർ, ജനറൽ സെക്രട്ടറി M സതീശൻ, കാഴ്ച കമ്മിറ്റി പ്രസിഡന്റ് തോട്ടത്തിൽ തമ്പാൻ, സെക്രട്ടറി TV ഗോപി, ദേവസ്ഥാനം സേവാസമിതി സെക്രട്ടറി K വിശ്വനാഥൻ, കോട്ടച്ചേരി കാഴ്ച കമ്മിറ്റി രക്ഷാധികാരി ഐശ്വര്യകുമാരൻ, മാതൃസമിതി അംഗങ്ങൾ, മറ്റു ഭാരവാഹികൾ, ബാല്യക്കാർ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. 2026 ജനുവരി 26 കുറ്റിക്കോലുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് വനജ ടീച്ചറുടെ ഭവനത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. കുറ്റിക്കോലിലുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് വനജ ടീച്ചറുടെ ഭവനത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സേവന രംഗത്ത് സമൂഹത്തിന് മാതൃകയായ സംസ്ഥാന സർക്കാർ പുരസ്കാര ജേതാവ് വനജ ടീച്ചറെ ജില്ലാ വനിതാ വിംഗ് കോർഡിനേറ്റർ രേഖ മുള്ളേരിയ പൊന്നാടി അണിയിച്ച് മൊമെന്റോ നൽകി ആദരിച്ചു. ജില്ലാ പ്രസിഡന്റും വനിതാ വിംഗ് ഇൻചാർജുമായ സുഗുണൻ ഇരിയ, റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വനിതാ വിംഗ് അംഗങ്ങളായ ഷാനില നീലേശ്വരം, വിനീത സന്തോഷ്, അനിത സുഗുണൻ എന്നിവർ സംസാരിച്ചു. അനിത സുഗുണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വനിതാ വിങ്ങിന്റെ ഈ വർഷത്തെ ആദ്യ പ്രവർത്തനമായിരുന്ന റിപ്പബ്ലിക് ദിനാഘോഷം പ്രശംസനീയവും മാതൃകാപരവുമാണെന്നും അനുമോദനം ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ അഭിമാനം തോന്നുന്നുവെന്നും ഇതിലൂടെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ അധ്യാപക സമൂഹത്തിനിടയിലും ചർച്ചാ വിഷയവുമായി മാറുകയാണെന്നും ആദരവ് ഏറ്റുവാങ്ങിയ വനജ ടീച്ചർ പറഞ്ഞു. AKPA കോർഡിനേറ്റർ രേഖ, സുഖേട്ടൻ, മാഷ്, പത്മേച്ചി, പ്രിയമുള്ളവരെ, ആദ്യം തന്നെ നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല. എന്നെ തേടി പിടിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയത്. അത് അടുത്ത എവിടെയെങ്കിലും. ചടങ്ങിന് സബ് കോർഡിനേറ്റർ പത്മജ ബാബു സ്വാഗതം പറഞ്ഞു. മുൻ കോർഡിനേറ്റർ രമ്യ രാജീവൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രകൃതിയിലെ ജീവജാലങ്ങൾ പ്രതിഫലേച്ഛയില്ലാതെയാണ് എല്ലാം നൽകുന്നതെന്ന് ശില്പി കാനായി കുഞ്ഞിരാമൻ. അടിയാർക്കാവ് കളിയാട്ടത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സോമനിൽ പ്രകാശനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതിയിലെ ജീവജാലങ്ങൾ പ്രതിഫലേച്ഛയില്ലാതെയാണ് എല്ലാം നൽകുന്നതെന്ന് ശില്പി കാനായി കുഞ്ഞിരാമൻ പറഞ്ഞു.
മനുഷ്യൻ മാത്രമാണ് നൽകുന്നതിന്റെ ഇരട്ടി തിരിച്ചെടുക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ദൈവം ഒന്നേയുള്ളൂ, അത് വിശ്വമാതാവാണ്. അവിടെ ജാതിയില്ല, മതമില്ല, അമ്മയാണ് ദൈവമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ കണ്ടം അടിയാർക്കാവ് കളിയാട്ടത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ഈശ്വരന്റെ പൂന്തോട്ടം സുവനീർ പ്രകാശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൻ്റെ ജീവിതത്തിൽ എല്ലാ വാക്കും ഞാൻ പറയും, പാശ്ചാത്യ രാജ്യങ്ങളുടെ വികസനം പോയിട്ടുണ്ട്. ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ആവേശമാണ്. അമ്മ പേര്, എൻ്റെ ദൈവം അമ്മയാണ്. നമ്മളെല്ലാം ദൈവം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, അമ്മ, വിശ്വമാതാവ്. നിങ്ങൾ ആ രീതിയിൽ നമ്മൾ അമ്മയെ കാണണം, ലോകത്തെ കാണണം, ഈ അമ്മയെ കാണണം. ഒരു ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അതിങ്ങനെ ജനങ്ങളെ ആവശ്യത്തിനുണ്ടാക്കിയാണ്. ദൈവത്തെ കാണും, ജാതി വേണ്ട, മതം വേണ്ട, ഒന്നും വേണ്ട, എല്ലാവരും പറയാം. ഒരു കൊച്ചു കുഞ്ഞ്, 1 വയസ്സായ കുഞ്ഞോട് ചോദിക്കാൻ പറ്റില്ല, ആ കുട്ടി പാടും. തറവാട്ടുകാരനവർ ചന്ദ്രബാബു മേലടക്കം സുവനീർ ഏറ്റുവാങ്ങി. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജനാർദ്ദനൻ പുല്ലൂർ അധ്യക്ഷത വഹിച്ചു. കളിയാട്ടത്തിന്റെ ഭാഗമായി നടത്തിയ സാഹിത്യ പ്രതിഭാ മത്സരങ്ങളിൽ വിജയികളായ ജയകൃഷ്ണൻ മാടമന, പ്രസാദ് കണ്ടോന്നാർ, രാജൻ മുനിയൂർ, KT പ്രവീൺ, KS തീർത്ത, ശ്വേത ഹരിദാസ് എന്നിവർക്ക് പുരസ്കാരങ്ങൾ നൽകി. രമേശൻ പുതിയകണ്ഠം, സുകുമാരൻ പെരിയച്ചൂർ, EV കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊളവയിൽ മുട്ടുന്തലക്കണ്ടി ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് സമാപനമായി. തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. കൊളവയിൽ മുട്ടുന്തലക്കണ്ടി ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തജനങ്ങളാണ് തിരുവപ്പന വെള്ളാട്ട മഹോത്സവം ദർശിക്കാനായി മുത്തപ്പൻ മടപ്പുര സന്നിധിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നെരോത്ത് ശ്രീ പെരട്ടൂർ കൂലോം ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിച്ചു. നെരോത്ത് ശ്രീ പെരട്ടൂർ കൂലോം ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട്, മേക്കോടോത്ത് ചാമുണ്ടിയുടെ തിടങ്ങൽ, കേളോത്ത് ചാമുണ്ടിയമ്മയുടെ തിടങ്ങൽ, തുടർന്ന് മേക്കോടോത്ത് ചാമുണ്ടിയമ്മയുടെ തിരുമുടി ഉയരൽ, കേളോത്ത് ചാമുണ്ടിയമ്മയുടെ തിരുമുടി ഉയരലും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ ശ്രീ കണ്ണാങ്കോട്ട് ഭഗവതിക്കാവ് കളിയാട്ട മഹോത്സവത്തിന് സമാപനം. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. പുല്ലൂർ ശ്രീ കണ്ണാങ്കോട്ട് ഭഗവതിക്കാവ് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി ഇരട്ടക്കുട്ടിച്ചാത്തൻ, പന്നിക്കുളത്ത് ചാമുണ്ടി, ഗുളികൻ, കണ്ണാങ്കോട്ട് ചാമുണ്ടി, രക്തചാമുണ്ടി, ആരണ്യത്ത് ഭഗവതി, വിഷ്ണുമൂർത്തി, ഗുളികൻ തെയ്യങ്ങളുടെ പുറപ്പാട് നടന്നു.
ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യം 77ാമത് റിപ്പബ്ലിക് ദിനം പ്രൗഢമായ പരിപാടികളോടെ ആഘോഷിച്ചു. കാസർഗോഡ് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി AK ശശീന്ദ്രൻ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. 2 തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട മഞ്ചേശ്വരം മണ്ഡലത്തിൽ K സുരേന്ദ്രൻ ഇക്കുറിയും മത്സരിക്കാനിറങ്ങുമെന്ന സൂചന. അന്നും ഇന്നും എന്നും മഞ്ചേശ്വരം സ്വന്തം ഹൃദയത്തിൽ എന്ന ഫേസ്ബുക്ക് കുറിപ്പോടെയാണ് സുരേന്ദ്രൻ മൂന്നാമതും മഞ്ചേശ്വരത്തേക്ക് മത്സരിക്കുമെന്ന സൂചന പുറത്തായത്. കാസർഗോഡ് എത്തിയ സുരേന്ദ്രൻ ജില്ലാ നേതാക്കളുമായി ആശയവിനിമയം നടത്തി. കള്ളന്മാരെയും കൊള്ളക്കാരെയും സംരക്ഷിക്കുന്ന പാർട്ടിയാണ് CPM എന്ന BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. അവർക്കെതിരെ ശബ്ദിക്കുന്നവരെ പുറത്താക്കുകയാണെന്നും ബംഗാളിലെ അവസ്ഥ കേരളത്തിലും CPM-ന് ഉണ്ടാകുമെന്നും ധനരാജിനെ കൊലപ്പെടുത്തിയതും CPM ആണോ എന്ന സംശയമുണ്ടെന്നും കൊലപാതകത്തിന് ശേഷം രക്തസാക്ഷി ഫണ്ട് മുക്കിയെന്നും വിഷയത്തിൽ പ്രതിഷേധിച്ചവരെ ആക്രമിച്ചുവെന്നും ഇതേ നിലപാട് തുടർന്നാൽ പയ്യന്നൂരിൽ ചെറുത്തുനിൽപ്പുണ്ടാക്കുമെന്നും K സുരേന്ദ്രൻ കാസർഗോഡ് പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം നടന്നു. മാവുങ്കാൽ പവനിക കോംപ്ലക്സിൽ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യന്മാരായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. പടന്നക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ KSSPU ജില്ലാ ട്രഷറർ S ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാവുങ്കാൽ പുതിയ കണ്ടം അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ കളിയാട്ട മഹോത്സവത്തിന് സമാപനം. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.